ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഞാനൊരു പാക്ക് കാണിച്ചു തരാമെന്ന്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ടാനൊക്കെ അടിച്ച്, ഇപ്പോൾ ഒരു സ്കിൻ ഒത്തിരി വെയിൽ കൊണ്ടു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ എന്തെങ്കിലും മെഡിക്കേഷനൊക്കെ കഴിഞ്ഞ് ഒരു ആൻറ്റിബയോട്ടിക്സൊക്കെ എടുത്ത് നമ്മുടെ മുഖത്ത് ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അങ്ങനെയുള്ളിടത്ത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോണേ. നിങ്ങളതിന് മുടി കണ്ടോ? ഞാൻ മുടിയുടെ ടിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വെട്ടിയായിരുന്നു, കാണാമോ? അറ്റത്ത് ജസ്റ്റ് ഒരു 1.5 ഇഞ്ച് ഞാൻ വെട്ടി. ഓക്കെ, അപ്പം കാരണം അറ്റത്തേക്ക് ഇങ്ങനെ കേളി ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ടിപ്പ്, ഞാൻ ഇപ്പോൾ വെട്ടിയിട്ട് എനിക്കൊന്ന് 2 മാസം ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആ ടിപ്പ് അത് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് നമ്മുടെ പാക്കിലേക്ക് പോവാം. എന്തായിരിക്കും എന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ? ഞാൻ വിചാരിച്ചു, പലരും എന്നോട് മെസ്സേജ് ചെയ്ത് പറയണ ഒരു കാര്യമാണ്, ചേച്ചി പല പാക്ക് ഈ യൂട്യൂബിലൊക്കെ കാണുമാര് ഞങ്ങൾ വാങ്ങി തേച്ചു, ഞങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടണില്ല. എന്താ കാര്യം? മെയിനായിട്ടും നമ്മൾ ഓർക്കുക, ഓരോ ഫേസിനും ഇപ്പം നോർമൽ സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുണ്ട്, കോമ്പിനേഷൻ സ്കിന്നുണ്ട്, ഓയിലി സ്കിന്നുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് സ്കിന്നിനും ഓരോ ടൈപ്പ് ഓഫ് എന്താ പറയുക, നമ്മൾ പാക്കായിരിക്കും നമ്മൾ ഇടേണ്ടത്. അതാണ് മെയിൻ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇപ്പം മാർക്കറ്റിൽ എല്ലാം ഒരു 90% ഫേക്കായിട്ടുള്ള സാധനങ്ങളാണ്. ഒറിജിനൽ സാധനങ്ങൾ പണ്ടത്തെ മാതിരി ഇപ്പം മാർക്കറ്റിൽ കിട്ടാൻ വലിയ പാടാണ്, അതാണ് സത്യം. അപ്പം ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നേ, കസ്തൂരി മഞ്ഞളും സാഫ്രനും ഒക്കെ ചേർത്ത്, ഞാൻ ആക്ച്വലി ഇന്ദു ഹെർബൽ ബ്യൂട്ടി ആൻഡ് ഹെയർ പ്രോഡക്ട്സ് എൻ്റെ കമ്പനിയിൽ നിന്ന് ഇനി അടുത്തൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് വരണുണ്ട്. അത് ഇന്ദൂസ് യുപ്റ്റാൻ പൗഡർ എന്നായിരിക്കും അതിൻ്റെ പേര്. നിങ്ങൾക്കറിയാം യുപ്റ്റാൻ പൗഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ ടാനൊക്കെ മാറി നമുക്ക് നല്ല ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ നമ്മളൊരു ഫേഷ്യലിലൊക്കെ ചെല്ലുമ്പോൾ അവരിടുന്ന ഒരു പാക്കാണ്. അപ്പം അത് നിങ്ങൾക്ക് ഞാനിങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന എന്താണെന്ന് അറിയാം, ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടേക്കുക. കാര്യം നമ്മുടെ അടുത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാം പൊടികളാണ്. എന്തൊക്കെ പൊടികളാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്നത്. എന്തായാലും സഹിച്ചേ പറ്റും, കാര്യം അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ പറന്നു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വേഗം അത് പറയാം. നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ഫേസ് പാക്കൊക്കെ ഇടാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്രഷ് എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കൈ കൊണ്ടിട്ടാലും മതി, പക്ഷേ ഈവനായിട്ട് നമ്മുടെ ഫേസിൽ ഇടാനായിട്ട് നമ്മളിങ്ങനെ ഒരു ബ്രഷ് കയ്യിൽ എപ്പോഴും കരുതുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാനെൻ്റെ മോൾ യൂസ് ചെയ്യുന്ന ബ്രഷാണ് വാങ്ങി എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ എന്താണ് ഈ പാക്കിന് ഉപയോഗിക്കാൻ പോകണമെന്നല്ലേ? അപ്പോൾ നമ്മുടെ ഞാൻ ഇറക്കാൻ പോകുന്ന യുപ്റ്റാൻ പൗഡറിനകത്ത് ഈ പറയുന്ന സാധനങ്ങൾ ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു തരുന്ന ഫേസ് പാക്കിൻ്റെ പൗഡേഴ്സ് എല്ലാം അതിനകത്ത് ഉണ്ടാകും. അങ്ങനെ ഒരു പൗഡറാണ് ഞാൻ ഇറക്കാൻ പോണേ. അപ്പോൾ ഈ പാക്കിൽ ആ പൗഡറിനകത്ത് ഉള്ള എല്ലാ സാധനങ്ങളും ഇന്ന് ഈ പാക്കിനകത്ത് വന്നിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് റിസൾട്ട് തരുന്ന, സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ്, ഒരു ബ്രൈറ്റനിങ് ഒക്കെ, ഫെയർനെസ് ഒക്കെ തരുന്ന ഒരു പാക്കായിരിക്കും. അതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് സാഫ്രൻ. കണ്ടല്ലോ, അത് നമ്മൾ നൈറ്റ് ക്രീമിന്, നമ്മുടെ ഡേ ക്രീമിന്, നമ്മുടെ ഫേസ് സിറത്തിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു നല്ല ക്വാളിറ്റി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സാഫ്രനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആ സാഫ്രനാണ് മെയിൻ സാധനം. ഓക്കെ, അതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബദാം. കണ്ടോ, നമുക്കൊരു 4 എണ്ണമൊക്കെ മതിയാവും. അപ്പം ഇതിപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പാക്ക് 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഒരു 4 ബദാം നല്ലത് നോക്കി എടുക്കുക. ഇതിനെ നമ്മൾ പൊടിക്കുക, നല്ലോണം പൊടിച്ചിട്ട് നമ്മൾ എങ്ങനെയാണത് കുഴച്ച് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒറിജിനൽ സാൻഡൽവുഡ് പൗഡർ. അത് നമുക്ക് ഈ സാൻഡൽ പൗഡർ മണത്ത് നോക്കിയ ഒറിജിനൽ സാൻഡൽ, നല്ല ആ ചന്ദനത്തിൻ്റെ മണമാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ സാൻഡൽ പൗഡർ കുറച്ച് വേണം.
കണ്ടല്ലോ, ഒറിജിനൽ സാൻഡൽ പൗഡർ തന്നെ യൂസ് ചെയ്യണം. നമുക്ക് ഈ കടയിൽ കിട്ടുന്ന സാധാരണ സാൻഡൽവുഡ് പൗഡർ എന്ന് പറഞ്ഞ് കിട്ടുന്നതൊന്നും ഒറിജിനലല്ല. നിങ്ങളത് നല്ലോണം നോക്കുക. കണ്ടല്ലോ, യഥാർത്ഥ സാൻഡൽവുഡ് പൗഡർ ഇങ്ങനെ ആയിരിക്കും കളർ. ഇതിൻ്റെ സ്ക്രീനിൽ എങ്ങനെ ആയി കളർ വരുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കാണുന്ന ഒരു നല്ലൊരു ചന്ദനത്തിൻ്റെ കളറാണ്, നല്ല മണവുമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടി. കണ്ടോ, മുൾട്ടാണി മിട്ടി വളരെ നല്ല ഒരു സാധനമാണ്. നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ, ഇത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ മുൾട്ടാണി മിട്ടി നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾ. കേട്ടോ, ഇങ്ങനെയാണ് യഥാർത്ഥ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇരിക്കുന്നത്. ഈ കസ്തൂരി മഞ്ഞൾ നല്ല മണമാണ്. ഇത് ഒറിജിനൽ ഒരാൾ, എനിക്ക് വളരെ അറിയാവുന്ന ഒരാൾ വീട്ടിൽ കൃഷി ചെയ്ത് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ നേരിട്ട് പൊടിച്ച് വാങ്ങിച്ചാണ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ നമുക്കറിയാമല്ലോ, നമ്മുടെ നൈറ്റ് ക്രീമിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേസ് സിറത്തിനകത്ത് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു മണമാണ് കേട്ടോ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഓക്കെ, അപ്പം ഇനി ഞാൻ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞുതരാം. നമ്മളിത് സാധാരണ ഈ പാക്ക് ഞാൻ അങ്ങനെ അധികം പാക്ക് ഇടാൻ സമയം കിട്ടാറില്ല. പക്ഷേ മന്ത്ലി ഒരിക്കലെങ്കിലും നമ്മളൊരു പാക്ക് ഇടുന്നത് വളരെ നല്ലതാണ്. സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പാക്ക് ഇടാൻ നേരത്തെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയല്ല, ഈ സാഫ്രൺ, ബദാം, സാൻഡൽവുഡ് പൗഡർ, മുൾട്ടാണി മിട്ടി. കണ്ടോ, കാണാമോ? മുൾട്ടാണി മിട്ടി, നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കാണാമോ? കണ്ടോ, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ട് ആദ്യം നല്ലോണം ഒന്ന് പൊടിക്കുക. ആദ്യം നമ്മൾ ബദാം നല്ലോണം പൊടിച്ചിട്ട് ഇത്രയും പൗഡേഴ്സ്, ഇപ്പോൾ സാഫ്രൺ, ചന്ദനം, മുൾട്ടാണി മിട്ടി, സാൻഡൽവുഡ് പൗഡർ, കസ്തൂരി മഞ്ഞൾ, ബദാം, കുങ്കുമപ്പൂ, ഇതെല്ലാം കൂടി പാലിൽ, ഇപ്പം ഞാൻ പാലധികം യൂസ് ചെയ്യത്തില്ല, ഞങ്ങൾ മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മിൽക്ക് പൗഡർ വെച്ച് മിക്സ് ചെയ്ത് തേച്ചിട്ട് ഓയിലി സ്കിന്നുകാർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, എന്താ പറയുക, ഓയിലി സ്കിന്നുകാർക്കല്ല, നമ്മുടെ വരണ്ട ചർമ്മം, ഡ്രൈ സ്കിന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, പാൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വലിയ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്കും അങ്ങനെ യൂസ് ചെയ്യാം. പാലല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പാട യൂസ് ചെയ്യാം. ഇനി ഓയിലിയാണ് ചേച്ചി, എൻ്റെ മുഖം ഭയങ്കര പിമ്പിൾസാണ് എന്നുള്ളവർക്ക് ഈ പാക്ക് ഇതെല്ലാം കൂടി അരയ്ക്കേണ്ടത് റോസ് വാട്ടറിലാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കണു. ആദ്യം പറഞ്ഞത് ഡ്രൈ സ്കിന്നുകാരുടെ കാര്യമാണ്. ഡ്രൈ സ്കിന്നുകാർ ചെയ്യേണ്ടത് മിൽക്കിൻ്റെ പാട, ആ ക്രീം ഉണ്ടല്ലോ, ആ ക്രീം അല്ലെങ്കിൽ പാല്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ യു ക്യാൻ യൂസ് കോക്കനട്ട് മിൽക്ക്. ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ്, നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. കോക്കനട്ട് മിൽക്കിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേക്കാം. ഓയിലി സ്കിന്നുകാർക്ക്, ഒത്തിരി പിമ്പിൾസ് അങ്ങനെയൊക്കെ വരുന്നവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പാക്ക്, ഈ പൊടികളെല്ലാം ആദ്യം ഞാൻ പറഞ്ഞു, ബദാം നല്ലോണം പൊടിച്ച് കഴിഞ്ഞിട്ട് ഈ പാക്കെല്ലാം, കുങ്കുമപ്പൂ, നമ്മുടെ സാൻഡൽവുഡ് പൗഡർ, മുൾട്ടാണി മിട്ടി, കസ്തൂരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ച് ഒരുപോലെ ഫൈൻ പൗഡർ ആക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് പിമ്പിൾസ് ഉള്ളവർ ചെയ്യേണ്ട റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് മുഖത്തിടാം. പിന്നെ എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ, ഞാൻ പറഞ്ഞ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കസ്തൂരി മഞ്ഞൾ നമ്മൾ യൂസ് ചെയ്യുമ്പം കേട് ഏറ്റവും നല്ലൊരു സാധനമാണ്. കേട് എപ്പോഴും നമ്മുടെ മുഖത്തിന് വളരെ നല്ലൊരു സാധനമാണ്. കേട് വെച്ച് മിക്സ് ചെയ്താലും നല്ലതാണ്. കേട് വെച്ച് മിക്സ് ചെയ്തവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല, എപ്പോഴും പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ തന്നെ യൂസ് ചെയ്യണം. അല്ലാത്തവർ, ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പാൽപ്പാട യൂസ് ചെയ്യാം, മിൽക്ക് ക്രീം യൂസ് ചെയ്യാം, പാൽ യൂസ് ചെയ്യാം, കേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണില്ല. ഇതെല്ലാം കൂടി അരച്ച്, ഞാനിപ്പോൾ അത് മുഖത്തിട്ട് ഏതൊക്കെ എനിക്കിപ്പം പുറത്ത് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാനത് ഇട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഈ പൗഡേഴ്സ് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. സാഫ്രൻ, അഗെയിൻ ബദാം ഒരു 4 എണ്ണം, ഒറിജിനൽ സാൻഡൽവുഡ് പൗഡർ, നമ്മുടെ
മുൾട്ടാണി മിട്ടിയൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. പിന്നെ നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾ നല്ലോണം അരച്ച് പാക്കാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ച് മുഖത്ത് ഫുൾ, മുഖത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാക്ക് ഇടുമ്പോൾ ഫേസ് മാത്രമല്ല നമ്മുടെ കഴുത്തിലും കൂടി ഈ പാക്ക് ഇങ്ങനെ, നമുക്ക് ഈ ബ്രഷ് ആകുമ്പോൾ എളുപ്പമാണ്. നമുക്കിങ്ങനെ ഒരു ക്ലോത്ത് ഇട്ടിട്ട് നമ്മൾ ഫേസ് മുഴുവൻ നമ്മൾ ഇടുക, കണ്ണിൻ്റെ താഴെ ഇവിടം തൊട്ട് വേണം ഇടാൻ. ഇങ്ങനെ ഇത്രയും ഭാഗം ഇടുക. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് മതി, ധാരാളം. 20 മിനിറ്റ്സ് ഇട്ടിട്ട് നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്യുക. ഓക്കെ, നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്തിട്ട് നിങ്ങൾ കഴിയുന്നതും ഇങ്ങനൊരു പാക്ക് ഇട്ട് കഴിഞ്ഞ് ഉടനെ വെയിലത്തൊന്നും ഇറങ്ങരുത്. നമ്മൾ വീട്ടിൽ സമാധാനമായിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് വീട്ടിൽ എല്ലാ ജോലികളൊക്കെ ഒതുക്കി നമ്മൾ വെയിലിൽ ഇറങ്ങാതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വേണം നമ്മളിങ്ങനെ ഒരു പാക്ക് ഇടാനായിട്ട്. ഓക്കെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ആക്ച്വലി നിങ്ങളിങ്ങനെ ഈ ഒരു പാക്ക്, ഞാൻ ഈ പറഞ്ഞ ഒരു പാക്ക് അറ്റ്ലീസ്റ്റ് മാസത്തിൽ 2 തവണയെങ്കിലും നിങ്ങൾ ഇട്ട്, ആക്ച്വലി നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അവരവിടെ ഇടുന്ന പാക്കിനേക്കാളും വളരെ എഫക്റ്റീവാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടും, നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് എല്ലാം മാറും, സാഗിങ് മാറും. ഒരു ഏജ് കഴിഞ്ഞവർക്ക്, പ്രത്യേകിച്ചും ഒരു 45 ഒക്കെ കഴിഞ്ഞവർക്ക് വളരെ നല്ലൊരു പാക്കാണ്. ഈവൻ ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും, യങ്സ്റ്റേഴ്സിനിടാം, കോളേജ് ഗോയിങ് കുട്ടികൾക്കിടാം, എല്ലാവർക്കും ഈ പാക്ക് ഇടാം. ഓക്കെ, പിന്നെ അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യൂ. എനിവേ, നിങ്ങൾക്കൊരു വണ്ടർഫുൾ റിസൾട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. സ്കിന്ന് നല്ല ഗ്ലോയിങ് ആവും, സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആവും. മെയിനായിട്ടും ഫെയർ ആവുന്നതും ബ്രൈറ്റൻ ചെയ്യുന്നതിനും അത് എന്തായാലും നടക്കും. അത് നമുക്ക് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന്. അതിനേക്കാളും സ്കിന്നിന് ഭയങ്കര ഒരു, നമ്മൾ പറയില്ലേ ഇങ്ങനെ വരണ്ടിരിക്കുന്ന മുഖം, ഭയങ്കര ഡള്ളായിരിക്കുന്നു ഒത്തിരി നേരം. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്നവർക്കറിയാം, കണ്ണിൻ്റെ താഴെയൊക്കെ ഭയങ്കര ഒരു ഇങ്ങനെ പഫ് പോലെ വന്നിട്ട് അവർക്കിങ്ങനെ ഭയങ്കര ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന്, ഇപ്പം നിങ്ങളൊരു എന്താ പറയുക, ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഈ പാക്കിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ ആസ് യൂഷ്വൽ നിങ്ങൾ എങ്ങനെയാണോ ഒരുങ്ങിപ്പോണേ അങ്ങനെ ഒരുങ്ങിപ്പോവുക. ഓക്കെ, പിന്നെ ഇപ്പം ഒരു മാരേജൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നു, എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞിരിക്കണ കുട്ടികൾക്കാണെങ്കിൽ, ബ്രൈഡ്സിന് നിങ്ങൾക്ക് വളരെ നല്ലൊരു പാക്കാണ്. ഈവൻ യു ക്യാൻ യൂസ് ഇറ്റ്, എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 2-3 ദിവസം ഒരിക്കലൊക്കെ ഇട്ട് ഒരു കല്യാണത്തിന് 1 മാസം മുന്നേ ഒക്കെ തുടങ്ങിയാൽ നിങ്ങൾക്ക് കല്യാണ സമയമാകുമ്പോഴത്തേക്ക് ശരിക്കും ബ്യൂട്ടി പാർലറിൽ പോയി നമ്മളൊരു ഫേഷ്യൽ ഒക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഓൺലി തിങ് ഈസ് ദാറ്റ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒറിജിനൽ ആയിരിക്കണം, ഫേക്ക് ആയിരിക്കരുത്. നല്ല പ്രോഡക്ട്സ്, നമുക്കറിയാം ചന്ദനം വാങ്ങിയ ചന്ദനത്തിൻ്റെ മണം എന്താ, ചന്ദനം എങ്ങനെ ആയിരിക്കണേ, മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അത് ഒറിജിനൽ നമ്മൾ വാങ്ങാൻ നോക്കുക. വാങ്ങി നമ്മളിങ്ങനെ പൊടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതൊന്നും ഒറിജിനൽ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പാക്കിൻ്റെ കാര്യം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് പാക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പാക്ക് കാണിച്ച്. പിന്നെ നമ്മുടെ ഡേ ക്രീം നമ്മളിപ്പോൾ എന്താ ഇങ്ങനെ കണ്ടോ, സീൽ ചെയ്താണ് വരണേ. അപ്പോൾ ഇനിയിപ്പം പഴയതുപോലെ ഇങ്ങനെ അകത്തേക്ക് പോകുന്നു, എയർ കയറുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. കംപ്ലീറ്റ് സീൽ ചെയ്താണ് നമ്മുടെ ഡേ ക്രീം വരുന്നത്. നമ്മുടെ ഡേ ക്രീമിനകത്ത് നമുക്കറിയാം, ഇതിനകത്ത് സാഫ്രൺ ചേർത്തിട്ടുണ്ട്, നമ്മുടെ റോസ് ഹിപ്പ് ചേർത്തിട്ടുണ്ട്, ബദാം ചേർത്തിട്ടുണ്ട്, നമ്മുടെ ഷിയ ബട്ടർ, ആഫ്രിക്കൻ ഷിയ ബട്ടർ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ ഷിയ ബട്ടർ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ചേർന്നിട്ടുള്ള, എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ ഒരു ഡേ ക്രീമാണ്. നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇത് ക്രീം ടെക്സ്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഹണി മാക്സ് ഒരു ബേസിലായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്, പക്ഷേ ഇപ്പം നമ്മൾ മാറ്റി അത് ക്രീം ബേസ് ആക്കി. സോ യു ക്യാൻ യൂസ് ഇറ്റ്. ഇത് 50 ഗ്രാമാണ് വരണേ. നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ കഴിയും. കാര്യം ഇത് കുറച്ച് ഇട്ടാൽ മതി, അത്രയ്ക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രീമാണ് ഡേ ക്രീം. ഇതിനകത്ത് ഞാൻ നമ്മുടെ ക്യാരറ്റ് സീഡൊക്കെ ചേർത്തിട്ടുണ്ട്, ക്യാരറ്റിൻ്റെ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഗുണങ്ങൾ ഉള്ള ഒരു ക്രീമാണ് ഇത്. ഓക്കെ,
ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ ഒരു സ്പാക്ക് നിങ്ങൾക്ക് കാണിച്ചെന്ന് ഞാൻ വിചാരിച്ചു. വരും ദിവസങ്ങളിൽ ഇതൊരു ഇൻഡൂസ് ഹെർബൽ ഉപ്റ്റാൻ പൗഡർ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ ഇങ്ങനെ ഫേഷ്യൽ കിറ്റ് എന്നൊക്കെ പറഞ്ഞ് കിട്ടത്തില്ലേ, ഇത് ആയുർവേദിക് ഒരു സാധനമായിരിക്കും. ഇത് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഞാനൊരു പൗഡർ ഫോമിൽ നിങ്ങൾക്ക് ബോട്ടിൽ സെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യത്തിനെടുത്ത് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ പാലിലോ കേർഡിലോ തേങ്ങാപ്പാലിലോ ഹണിയിലോ, ഈവൻ യു ക്യാൻ യൂസ് ഹണി ഓൾസോ ഇറ്റ്സ് ഗുഡ്, നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതും ഒറിജിനൽ ഹണി തന്നെ എടുക്കാൻ നോക്കുക. ഹണിയിലോ നമ്മുടെ കേർഡിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു പൗഡറായിരിക്കും അതും വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നോ? നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ വളരെ സന്തോഷത്തോടെ എല്ലാവരും വാങ്ങുന്നതിൽ ഒക്കെ ദൈവത്തോട് നന്ദി പറയുന്നു. മാഡത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ എന്നോട് മെസ്സേജ് ഇട്ട് ചോദിച്ചോളൂ. നമ്മുടെ കൊറിയർ സർവീസൊക്കെ വളരെ നല്ലതായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്, നല്ലതായിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. സോ ഐ വിൽ സീ യു ഓൾ അഗെയിൻ വിത്ത് അനദർ വീഡിയോ വിത്ത് ന്യൂ കണ്ടൻറ്റ്. സോ മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഞാൻ വിചാരിക്കുന്നു വരും ദിവസങ്ങളിൽ നമ്മുടെ ഹെയർ ഓയിലിനെ കുറിച്ചും കൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കണം. ഓൾസോ പലർക്കും ഭയങ്കര ഒരു ഡൗട്ടാണ്, ഫേസ് സിറം എപ്പോൾ യൂസ് ചെയ്യണം, ക്രീം എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, എന്ത് യൂസ് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഹെർബൽ ഹെയർ ഓയിൽ ചിലപ്പോൾ ഈ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചിലപ്പോൾ കുറച്ച് റേറ്റ് കൂട്ടേണ്ടി വരും. അത് വളരെയൊന്നും കൂട്ടത്തില്ല, ഒരു ചെറിയൊരു എമൗണ്ടേ ഞാൻ കൂട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫേസ് സിറമുണ്ട്, ഹെയർ സിറമുണ്ട് നമുക്ക്, പിന്നെ നമ്മുടെ ലിപ് ബാമുണ്ട്, നമ്മുടെ ഷാമ്പൂ ഉണ്ട്, ഹെർബൽ ഷാമ്പൂ ഉണ്ട്, ഡേ ക്രീമുണ്ട്, നൈറ്റ് ക്രീമുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ പ്രോഡക്ട്സും നല്ലതായിട്ട് പോണു. നിങ്ങളുടെ ഓർഡേഴ്സൊക്കെ വേഗം ഇട്ടോളൂ. എന്തായാലും എൻ്റെ പ്രോഡക്ട്സ്, ഈ ഇൻഡോ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ചെയ്യുന്ന എല്ലാം വരണേ നാച്ചുറലായിട്ടുള്ള പ്രോഡക്ട്സാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും ആർക്കും ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ അത്രയും നിങ്ങൾക്ക് എന്നിൽ തന്ന ട്രസ്റ്റ് ഞാൻ അതുപോലെ സൂക്ഷിക്കും. എല്ലാ ഹെർബൽ പ്രോഡക്ട്സാണ്, നിങ്ങളൊന്നും കൊണ്ട് വറീഡ് ആവേണ്ട കാര്യമില്ല. ഇത് പ്യുവർലി ഹെർബലാണ്, പ്യുവർലി നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലാണ് എല്ലാ പ്രോഡക്ട്സും ഇറക്കിയിരിക്കുന്നത്. ഇനി ഇറങ്ങാൻ പോകുന്ന ഇൻഡോ ഹെർബൽ ഉപ്റ്റാൻ പൗഡർ, അതും ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആയിരിക്കും. സോ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഉടനെ ഒരു വീഡിയോ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. സോ മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ.